2000-ലും 2010, 1990 ആ കാലഘട്ടത്തിലൊക്കെ ടാക്സി കാറുകൾ നമ്മളെ ഹോസ്പിറ്റലുകൾക്ക് പരിസരത്തും ടൗണിലും എല്ലാം തന്നെ ടാക്സി കാറുകളുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയി ആ ടാക്സി കാറുകളൊക്കെ? ഇപ്പോൾ കടുങ്ങാത്തുകൊണ്ട് എടുക്കുകയാണെങ്കിൽ, കൽപ്പഞ്ചേരി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ, മുൻപ് ഇവിടെ കടുങ്ങാത്തുണ്ടിലൊക്കെ ടാക്സി കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്രൂയിസർ അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ. കൂടുതൽ ആളുകളുള്ള കല്യാണ ട്രിപ്പ് മാറ്റത്തെ പരിപാടികൾക്ക് ക്രൂയിസർ വരും. അല്ല, ചെറിയ ഓട്ടങ്ങൾക്ക് ടൗണിൽ നിന്ന് ഓട്ടോറിക്ഷയും കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള കാറ് എന്തുകൊണ്ട് നമുക്ക് കിട്ടണില്ല? ഒരു ഹോസ്പിറ്റൽ കേസിന് ഒരു വണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചിട്ട് ഡിസ്ചാർജ് ആകുമ്പോഴായിരുന്നു മെയിനായിട്ട് മുൻപ് അംബാസഡർ കാർ വിളിച്ചിരുന്നത്. ആ കാർ ട്രിപ്പൊക്കെ ഇപ്പോൾ ആരായിരിക്കും പോകുന്നത്? ഏത് വാഹനങ്ങളിലായിരിക്കും അങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുന്നത്? ഇപ്പോൾ അന്നൊന്നും ഇത്ര സ്വകാര്യ വാഹനങ്ങൾ ഇല്ലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എല്ലാ വീട്ടിലും വണ്ടികളായത് കാരണം ടാക്സി കാറുകൾ കിട്ടാത്തതാണോ? അതോ ടാക്സി കാറുകളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് ഇവിടെ ഇല്ലേ? അതായത് എറണാകുളത്തും ഒക്കെ യൂബർ ഇഷ്ടം പോലെ വണ്ടികൾ വിളിച്ചാൽ കിട്ടാണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കും അങ്ങനത്തെ ആവശ്യങ്ങളില്ലേ? അപ്പോൾ യൂബർ ഇവിടെ ഇല്ല, മലപ്പുറത്തില്ല. മലപ്പുറം ജില്ലയിൽ അങ്ങനത്തെ സിസ്റ്റം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ടാക്സി കാറുകൾ അധികം കാണാനുമില്ല. അത് എന്തുകൊണ്ട്? ആരും അതിന് ഇറങ്ങായിട്ടാണോ? ടാക്സി ആക്കിയിട്ട് കുറച്ച് കാറുകൾ ഇങ്ങനെ അങ്ങാടി കൊടുന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടം കിട്ടുമോ? അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ.